Welcome back, my dear students. In the previous video we have discussed about grouping of a series. So in this video we will be discussing a new section called rearrangement of series. So rearrangement means we are actually rearranging the terms of a series, which means the order of the terms in the series changes. The classic example of this is actually, consider summation minus 1 raised to n plus 1 by n. This series is actually 1 minus 1 by 2 plus 1 by 3 minus 1 by 4 plus etc. Okay. In other words, this series has all the even terms a positive quantity, all the odd terms a positive quantity, and all the even terms a negative quantity. So ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതിയാൽ 1 plus 1 by 3 plus 1 by 5 plus 1 by 7 plus 1 by 9 plus etc. minus 1 by 2 minus comma എടുത്താൽ 1 by 2 plus 1 by 4 plus 1 by 6 plus 1 by 8 plus etc. ഇങ്ങനെയും ഇതിനെ വേറൊരു ഓർഡറിൽ നമുക്ക് സം ചെയ്യാം. But the problem with this is actually two different series. കാരണം നമ്മൾ ഈ ചെയ്ത് തന്നെയാണ് ഇവിടെ ചെയ്തത്. നമ്മൾ സിമ്പിൾ ഒബ്സർവേഷൻ വെച്ചിട്ട് ഈവൻ ടേംസ് എല്ലാം നെഗറ്റീവും ഓഡ് ടേംസ് എല്ലാം പോസിറ്റീവ് ആണെന്നുള്ള ഒബ്സർവേഷൻ വെച്ചിട്ട് ഇവിടുത്തെ ഓഡ് ടേംസ് പോസിറ്റീവ് ടേംസ് എല്ലാം ആദ്യം എഴുതുന്നു, ഈവൻ ടേംസ് എല്ലാം രണ്ടാമതും എഴുതുന്നു. സോ ഫ്രം ദിസ് ഒബ്സർവേഷൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദിസ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ആസ് ദ ടു ഡിഫറെൻറ്റ് സീരീസ്. സോ ഈ സീരീസിൻ്റെ പ്രത്യേകത നമ്മൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തതാണ്. ദിസ് ഈസ് എ കണ്ടീഷണലി കൺവേർജൻ സീരീസ്. ഓക്കെ. സോ ഇങ്ങനെ കണ്ടീഷണലി കൺവേർജൻ സീരീസിൻ്റെ കേസിൽ if you rearrange the whole thing, the difference is that you can get two different sums, okay, or you can get two different series associated with that series. ഇനി ഈ സീരീസ് 1 plus 1 by 3 plus 1 by 5 plus 1 by 7 plus 1 by 9 plus etc. ഈ സീരീസ് is actually a divergent series. Okay. And this series also is a divergent series. Okay. സോ ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്താൽ ഈ രണ്ട് സീരീസും ഡൈവേർജൻറ്റ് സീരീസ് ആണ്. ബോത്ത് ഓഫ് ദം ഗോസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നമ്മൾ റീഅറേഞ്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ പ്രശ്നം, വി കനോട്ട് സേ ദാറ്റ് റീഅറേഞ്ച് ചെയ്ത് കിട്ടിയ സീരീസ് ഈസ് ആക്ച്വലി കൺവേർജൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എടുത്ത രണ്ട് സീരീസും ഈസ് നോട്ട് ആക്ച്വലി കൺവേർജൻറ്റ്. ഈവൻ ദോ ദിസ് സീരീസ് വാസ് കൺവേർജൻറ്റ്, the rearranged version of that series was not convergent. So conditionally convergent സീരീസിന് ഉള്ള പ്രത്യേകത ഇതാണ്, ആ സീരീസിൻ്റെ ടേംസിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പുതിയ സീരീസ് ഇൻ ജനറലി കൺവേർജ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സോ റീഅറേഞ്ച് ചെയ്യുമ്പോൾ കണ്ടീഷണലി കൺവേർജൻറ്റ് സീരീസിൻ്റെ കേസിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് അതിന് രണ്ട് ടൈപ്പ് ഓഫ് സീരീസ് ഉണ്ട്. ഓക്കെ. ഒരു പോസിറ്റീവ് ടേം സീരീസും ഉണ്ട്. ആ പോസിറ്റീവ് ടേം സീരീസ് ഡൈവേർജ് ചെയ്യും. രണ്ടാമത്തേത് ഒരു നെഗറ്റീവ് ടേം സീരീസും ഉണ്ട്, അതും എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. സോ ദിസ് വാസ് ദ ഐഡിയ. അപ്പോൾ ഈ രണ്ട് സീരീസും ഡൈവേർജ് ചെയ്യുന്ന തരത്തിലുള്ള രണ്ട് സീരീസ് ഉണ്ട്. ആ രണ്ട് സീരീസിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതുകയാണ് നമ്മൾ കണ്ടീഷണലി കൺവേർജൻ്റ് ആയിട്ടുള്ള ഈ സീരീസും ഇൻ ജനറലി എല്ലാ കണ്ടീഷണലി കൺവേർജൻ സീരീസും. സോ ഇതിനെ ഇൻ ജനറൽ റീഅറേഞ്ച് ചെയ്യുമ്പോൾ, റീഅറേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ടേംസിൻ്റെ ഓർഡറിനെ കംപ്ലീറ്റ്ലി ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് പല പുതിയ സീരീസുകളും ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ കിട്ടുന്ന പുതിയ സീരീസുകൾ ഇൻ ജനറലി കൺവേർജൻ്റ് ആക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ദാറ്റ്സ് ദ ഐഡിയ. ഓക്കെ. സോ ഇങ്ങനെ കണ്ടീഷണലി കൺവേർജൻസ് എന്നുള്ള കൺസെപ്റ്റിൽ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇറ്റ് അഫക്ട് ദ കൺവേർജൻസ്. ഓക്കെ. ആക്ച്വലി ഇറ്റ് അഫക്ട് ദ കൺവേർജൻസ് ഇൻ ജനറൽ. അവിടെയാണ് അബ്സല്യൂട്ട്ലി കൺവേർജൻസ് എന്നുള്ളതിൻ്റെ ഇൻവേരിയൻസിൻ്റെ റെലവൻസ്. സോ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്തപ്പോഴും ഒരു സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ ആ സീരീസിനെ റീഅറേഞ്ച് ചെയ്താലും ഇറ്റ് ഡസ് നോട്ട് അഫക്ട് ദ കൺവേർജൻസ് ഇൻ ജനറൽ. ദാറ്റ്സ് ദ ഐഡിയ. സോ ഗ്രൂപ്പിംഗ് ഓഫ് എ സീരീസിൻ്റെ കേസിൽ കൺവേർജൻസിനെ അഫക്റ്റ് ചെയ്തില്ലെങ്കിലും റീഅറേഞ്ച്മെൻറ്റ് അഫക്ട് ദ കൺവേർജൻസ് ഓഫ് എ സീരീസ് ആസ് വെൽ. ഇത് കൺവേർജൻസിനെ അഫക്റ്റ് ചെയ്യുന്നത് കണ്ടീഷണലി കൺവേർജൻറ്റ് സീരീസിൽ മാത്രമാണ്.
കാരണം എല്ലാ കണ്ടീഷണലി കൺവേർജൻറ്റ് സീരീസിനും രണ്ട് ഡിഫറൻറ്റ് സെറ്റ് ഓഫ് സീരീസുകളുണ്ട്. ഒരു പോസിറ്റീവ് ടേം സീരീസും ഒരു നെഗറ്റീവ് ടേം സീരീസും. ആ രണ്ട് പോസിറ്റീവ് ടേം നെഗറ്റീവ് ടേം സീരീസും ഡൈവേർജൻറ്റ് സീരീസാണ്. സോ ഇറ്റ് ഈസ് ആക്ച്വലി രണ്ട് ഡൈവേർജൻറ്റ് സീരീസിൻ്റെ ഡിഫറൻസ് ആയിട്ടാണ് എഴുതുന്നത്. അതുകൊണ്ടാണ് അത് ആക്ച്വലി കൺവേർജ് ചെയ്യാനുള്ള പോസിബിലിറ്റിയിലേക്ക് പോകുന്നത്. സമേഷൻ -1n+1/n എന്ന് പറഞ്ഞ ഈ സീരീസ്. പക്ഷെ അതിനെ റീഅറേഞ്ച് ചെയ്താൽ that series is in general need not be a convergent series. So that's the idea. So before getting into much details, let's discuss what is a rearrangement. Rearrange ചെയ്യാന്ന് വെച്ചാൽ ആക്ച്വലി വി ആർ ആക്ച്വലി ചേഞ്ചിങ് ദ ഓർഡർ ഓഫ് ദ സീരീസ്. പക്ഷേ ആ സീരീസിനെ മനസ്സിലാക്കേണ്ട കാര്യം അത് സീരീസിൻ്റെ എല്ലാ ടേംസും അവിടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഓർഡർ മാത്രം ചേഞ്ച് ചെയ്യുന്നു. അതായത് ഒന്നാമത് ഡിഫൈൻ ചെയ്ത ടേംസ് 10ാമത്തെ ടേംസ് ആയിരിക്കും, രണ്ടാമത് ഡിഫൈൻ ചെയ്ത ടേംസ് 20ാമത്തെ ടേംസ് ആയിരിക്കും. എന്ന് വെച്ചാൽ 1നെ 10ലോട്ട് മാപ്പ് ചെയ്യുന്നു, 2നെ 1ലോട്ട് മാപ്പ് ചെയ്യുന്നു, 3യെ 5ലോട്ട്. അങ്ങനെ നമ്മൾ ഓർഡർ ഇൻ്റർചേഞ്ച് ചെയ്ത് ഡിഫൈൻ ചെയ്യുന്ന ഒരു പുതിയ സീരീസാണ് റീഅറേഞ്ച്മെൻറ്റ്. സോ വിച്ച് മീൻസ് നമ്മൾ സമേഷൻ വൈ കെ എന്ന് പറയുന്നത് ഒരു സീരീസിൻ്റെ റീഅറേഞ്ച്മെൻ്റ് ആകണമെങ്കിൽ സമേഷൻ എക്സ് എൻ ആകണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്. നമുക്ക് ഞാൻ പറഞ്ഞു ഒന്നാമത്തെ ടേം 10ാമത്തെ ആയിരിക്കാം, ഇവിടുത്തെ 10ാമത്തെ ടേം ആയിരിക്കും ഇവിടുത്തെ 1ാമത്തെ ടേം. സോ ഇവിടുത്തെ എല്ലാ ടേംസും ഇവിടെ ഉണ്ട്, പക്ഷേ ഓർഡർ മാത്രം ചേഞ്ച് ചെയ്യുന്നു. വിച്ച് മീൻസ് എന്താണ്, ഈ ഇൻഡെക്സുകൾ ചേഞ്ച് ചെയ്ത് വരുന്നു. ഇൻഡെക്സുകൾ ചേഞ്ച് ചെയ്ത് വരുന്നു എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നാച്ചുറൽ നമ്പേഴ്സിലേക്ക് എനിക്കൊരു ബൈജക്ഷൻ എടുത്താൽ ഏത് ബൈജക്ഷൻ എടുക്കുന്നത്, അപ്പോൾ ഇവിടുത്തെ എല്ലാ നാച്ചുറൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടും ഇവിടെ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട്. ഇവിടെ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 10 ആണെങ്കിൽ ആ 10ന് 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 9 ആണ്, 3ന് കറസ്പോണ്ടിങ് ആയിട്ട് 7 ആണ്. എങ്ങനെ ഡിഫൈൻ ചെയ്ത് പോവുകയാണെന്ന് വെച്ചോളൂ. ഇങ്ങനെ ഒരു ബൈജക്ഷൻ ഇതിൽ നിന്ന് നാച്ചുറൽ നമ്പേഴ്സിലേക്ക് ഉണ്ടെങ്കിൽ ഇവിടത്തിന് കറസ്പോണ്ടിങ് ആയ സീരീസ് x1 + x2 + x3 എക്സെട്ര ആണ്. ഇവിടത്തിന് കറസ്പോണ്ടിങ് ആയ ഇപ്പോൾ 1നെ 10ലോട്ടാണ് മാപ്പ് ചെയ്ത്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് x10 ഇതാണ് ഇപ്പോഴത്തെ y1. ഓക്കെ, x9 ദിസ് ഈസ് ആക്ച്വലി y2, x7 വിച്ച് ഈസ് y3. അപ്പോൾ y1 + y2 + y3 എന്ന് വെച്ചാൽ x10 + x9 + x7 + എക്സെട്ര ആണ്. സോ ഇങ്ങനെ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നാച്ചുറൽ നമ്പേഴ്സിലേക്ക് ഏതൊരു ബൈജക്ഷൻ ഡിഫൈൻ ചെയ്തെന്ന് പറഞ്ഞാലും ആ ബൈജക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു പുതിയ റീഅറേഞ്ച്ഡ് വേർഷൻ ഓഫ് എ പെർട്ടിക്കുലർ സീരീസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ ഡിഫൈൻ യൂസിങ് ദാറ്റ്. ഓക്കെ, so summation yk is said to be a rearrangement of the series summation xn if there exists a bijection f of natural numbers onto natural numbers such that yk is equal to x of f of k. Okay, അതായത് for all k belongs to n. അതായത് y1 എന്ന് വെച്ചാൽ x of f of 1 ആണ്. ഈ f ആണ് ഇതിലോ ഡിഫൈൻ ചെയ്യുന്നത്. y2 എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് f of 1 is 10. സോ അതുകൊണ്ടാണ് y1 എന്ന് വെച്ചാൽ f10 ആയത്, x10 ആയത്. y2 എന്ന് വെച്ചാൽ x of f of 2. f of 2 is actually 9. അതുകൊണ്ടാണ് y2 is actually x9 ആയത്. സോ ഇങ്ങനെ നമ്മൾ ഏതൊരു ബൈജക്ഷൻ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നാച്ചുറൽ നമ്പേഴ്സിലേക്ക് എടുത്തെന്ന് പറഞ്ഞാലും ആ ബൈജക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് വി ക്യാൻ ആക്ച്വലി ഡിഫൈൻ എ ന്യൂ സീരീസ് കറസ്പോണ്ടിങ് ടു xn. That series is called the rearrangement of a particular series. Now the question is, does the rearrangement actually affect the convergence of a series? Okay, so in general, in the case of absolutely convergent series, the rearrangement does not affect the convergence at all. But in the case of conditionally convergence, the rearrangement actually affect the series in general. So we can quote that as a result. Let summation xn be an absolutely convergent series in R. Now
then any rearrangement summation yk of summation xn converges to the same value. So which means that ഒരു സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ ആ സീരീസിനെ ഏത് ഓർഡറിൽ റീഅറേഞ്ച് ചെയ്താലും കിട്ടുന്ന പുതിയ സീരീസും അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയിരിക്കും. ഇതാണ് കിട്ടുന്നത്. ഓക്കെ, പക്ഷേ ഇത് കണ്ടീഷണലി കൺവേർജൻസ് കേസിൽ ട്രൂ അല്ല. ഒരു സീരീസ് കണ്ടീഷണലി കൺവേർജൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ എല്ലാ റീഅറേഞ്ച്ഡ് സീരീസും കണ്ടീഷണലി കൺവേർജൻ്റ് ആകണമെന്നോ നിർബന്ധമില്ല. വിച്ച് വിൽ ഡിസ്കസ് ലേറ്റർ. ഹിയർ ഇസ് ദ ഫാക്ട് ദാറ്റ് ഒരു സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ റീഅറേഞ്ച്ഡ് വേർഷൻ ഓഫ് സീരീസും അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണ്, അല്ലെങ്കിൽ കൺവേർജൻ്റ് ആണെന്നാണ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സമേഷൻ എക്സ് എൻ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് കോഷിയാണ്. ഇവിടെ സമേഷൻ വൈ കെ എന്നുള്ളത് ഒരു ആർബിട്രറി റീഅറേഞ്ച്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസും കോഷിയാണെന്നാണ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈവൻ ദോ നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ കൂടി നമ്മൾ ഇതിനെ സം ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ എല്ലാ ടേംസ്, സമേഷൻ എക്സിൻ്റെ എല്ലാ ടേംസ് തന്നെയാണ് സമേഷൻ വൈ കെക്കകത്തും വരുന്നത്. പക്ഷേ അതിൻ്റെ ഓർഡർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നുള്ളൊരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. സമേഷൻ x1 അകത്ത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര ആ എല്ലാ ടേംസും സമേഷൻ വൈ കെക്കകത്തുണ്ട്. But the only difference is the fact that the order changes. Okay, order മാത്രം മാറ്റി എന്നുള്ളത് മാത്രമേ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളൂ. So let's get into the proof. Assume that summation xn is absolutely convergent and it converges to value x. ഇത് കൺവേർജ് ചെയ്യുന്ന വാല്യൂ ആണ് x. ഓക്കെ, let Sn be the sequence of partial sums of summation xn. Okay, so by Cauchy criteria we can say that Sn converges to x. Sn converges to x. So which means that modulus of Sn minus x should be less than epsilon for all n greater than or equal to some capital N. Okay, where capital N is some natural number. And also ഈ സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ സീരീസ് സമേഷൻ മോഡുലസ് ഓഫ് എക്സ് എൻ കൺവേർജ് ചെയ്യും. ഓക്കെ, സോ വിച്ച് മീൻസ് അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എടുക്കുകയാണെങ്കിൽ ആ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കോഷി ആയിരിക്കും. വിച്ച് മീൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കൊണ്ട് സോ മോഡുലസ് ഓഫ് ഈ എന്നിന് ശേഷമുള്ള ടേംസ് സം എക്സ് എൻ പ്ലസ് 1 പ്ലസ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 2 plus etc. some modulus of xm should be less than epsilon ആയിരിക്കും. ഓക്കെ, സോ ഈ ഫോർ ഓൾ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. ഓക്കെ, ഈ എമ്മിന് പകരം ഏത് ഇൻഡെക്സ് നമുക്ക് കൊടുക്കുക, കാരണം ഇത് സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയതുകൊണ്ട് ഒരു സ്റ്റേജിന് ശേഷമുള്ള അതിൻ്റെ ഏത് ടേംസുകളുടെ സം എടുത്തെന്ന് പറഞ്ഞാലും ദിസ് ഷുഡ് ബി എ മച്ച് ലെസ്സർ വാല്യൂ. വിച്ച് മീൻസ് സമേഷൻ n is equal to some n plus 1 to m modulus of xn should be less than epsilon for all m greater than or equal to capital N. Now what is the reason for that? Because summation modulus of xn converges, so on the sequence of partial sums like the Cauchy criteria. So you have to quote here, your assignment is quote the Cauchy criteria of the series.
Okay, so we have these two results regarding this. Okay, now let's move on. നമുക്ക് let tk be the sequence of partial sums of the series, the rearranged series summation yk. We have to prove that tk also converges to x എന്നാണ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. Okay, so how will we do that? അതിനുവേണ്ടി modulus of tk minus x should be less than epsilon for all n greater than or equal to k greater than or equal to some n എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. സോ ഇവിടെ ഞാനൊരു m ചൂസ് ചെയ്യുന്നു. സോ choose an m. This is the most important step. Choose m belongs to n such that the terms x1, x2, etc. xn വരെയുള്ള terms belongs to the partial sum Tm, which is y1 plus y2 plus etc. yn. നമ്മൾ ടി കെ എന്നുള്ളത് വൈ കെ എന്നുള്ളതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആണ്. സോ y1 പ്ലസ് y2 പ്ലസ് എക്സെട്ര ym ആണ് ടി എം. ഇനിയും ഞാൻ പറഞ്ഞു സമേഷൻ എക്സ് എൻ എന്ന് പറഞ്ഞ സീരീസിൻ്റെ ടേംസിനെ റീഅറേഞ്ച് അതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു സീരീസ് കിട്ടിയത് y1 പ്ലസ് y2 പ്ലസ് എക്സെട്ര. സോ അതിൻ്റെ അകത്തെ ഫസ്റ്റ് n ടേംസ് എടുത്തു, x1 x2 എക്സെട്ര ഈ xn. ഈ n എന്നുള്ളത് ചൂസ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ദിസ്. സോ ഈ ടേംസ് എല്ലാം സമേഷൻ വൈ എൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം, കാരണം ഓർഡർ മാത്രമേ ഇൻ്റർചേഞ്ച് ചെയ്തുള്ളൂ. സോ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഇതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് y1 y2 എക്സെട്ര ym എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അതിൻ്റെ അകത്ത് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xn വരെയുള്ള എല്ലാ ടേംസും ഉണ്ടായിരിക്കത്തേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു ക്ലാസിക് എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ കൺസിഡർ, നമുക്കൊരു ബൈജക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് റീഅറേഞ്ച്മെൻറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റുമല്ലോ. സോ കൺസിഡർ എ ബൈജക്ഷൻ. സോ 1-ൽ നിന്ന് 2-ലേക്ക് ഡിഫൈൻ ചെയ്യുന്നു, 2-ൽ നിന്ന് 5-ലേക്ക് ഡിഫൈൻ ചെയ്യുന്നു, 3-ൽ നിന്ന് 1-ലേക്ക് ഡിഫൈൻ ചെയ്യുന്നു, 4-ൽ നിന്ന് 4-ലേക്ക് ഡിഫൈൻ ചെയ്യുന്നു, 5-ൽ നിന്ന് 3-ലേക്ക് ഡിഫൈൻ ചെയ്യുന്നു. ബാക്കി എല്ലാ എന്നും എന്നിലോട്ട് തന്നെയാണ് ബാപ്പി എന്ന്. ഇതാണ് എൻ്റെ ഒരു ബൈജക്ഷൻ. സോ ഇതിന് കറസ്പോണ്ടിങ് ആയ എൻ്റെ ഫസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് സമേഷൻ എക്സ് എൻ, വിച്ച് ഈസ് ആക്ച്വലി x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയ സീരീസ് ഈസ് ആക്ച്വലി സമേഷൻ yn, ദാറ്റ് ഈസ് y1 പ്ലസ് y2 പ്ലസ് എക്സെട്ര. ഈ y1 എന്ന് വെച്ചാൽ ആക്ച്വലി x2 ആണ്. സോ x2 പ്ലസ് x5 പ്ലസ് x1 പ്ലസ് x4 പ്ലസ് x3 പ്ലസ് x6 പ്ലസ് എക്സെട്ര ആണ് ഈ സീരീസ്. ഇനി ഇതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എടുത്താൽ നമ്മൾ ഇതിൻ്റെ അകത്തെ n ഈസിക്കൽ ടു ക്യാപിറ്റൽ, നമ്മൾ ഡിഫൈൻ ചെയ്ത ക്യാപിറ്റൽ ഈസിക്കൽ 2 ആണെന്ന് വെച്ചോളൂ. ഓക്കെ, സോ x1 പ്ലസ് x2 എന്ന് പറയുന്ന ഈ x1ഉം x2ഉം ഈ സമ്മിൻ്റെ അകത്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സീരീസിൻ്റെ T3 സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് T3 എന്ന് പറയുന്ന ടേംസ് എടുക്കുക. കാരണം T3 ആണ് x2 പ്ലസ് x3. T3 എന്ന് വെച്ചാൽ y1 പ്ലസ് y2 പ്ലസ് y3 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു x2 പ്ലസ് x5 പ്ലസ് x1 ആണ്. സോ അതിൻ്റെ അകത്ത് x1ഉം x2 ഉണ്ട്. ഇനിയും x1ഉം x2ഉം x3യും വരണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, x1ഉം x2ഉം x3യും ഈ സമ്മിൻ്റെ അകത്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ T5 എടുത്താലേ പറ്റത്തുള്ളൂ. കാരണം T5 എന്നുള്ളത് y1 പ്ലസ് y2 പ്ലസ് y3 പ്ലസ് y4 പ്ലസ് y5 ആണ്. ആ സംബന്ധം വെച്ചാൽ x2 പ്ലസ് x5 പ്ലസ് x1 പ്ലസ് x4 പ്ലസ് x3 ആണ്. ഓക്കെ, സോ അതിൻ്റെ അകത്ത് x1 ഉണ്ട്, x2 ഉണ്ട്, x3 ഉണ്ട്. ഓക്കെ, സോ വിച്ച് മീൻസ് ഇവിടെ x1 x2 x3 എന്നുള്ള 3 ടേംസും വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ T5 എന്ന് എടുക്കണം. ഓക്കെ,
നമ്മൾ രണ്ട് ടേംസ് x1 x2 മാത്രം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ t3 എടുക്കണം. സോ ഇങ്ങനെ നമ്മുടെ ടി എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിൻ്റെ അകത്ത് നമുക്ക് എന്തുണ്ട്, y1 y2 y എക്സെട്ര ym എന്ന് പറഞ്ഞ ടേംസ് ആണെങ്കിലും അതിൻ്റെ അകത്ത് ആ ടേംസ് ആക്ച്വലി ദ ഓർഡർ ഇൻ്റർചേഞ്ച് ഓഫ് x1 x2 എക്സെട്ര xn. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എം എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ x1 x2 എക്സെട്ര xn എല്ലാം ഈ സമ്മിൻ്റെ അകത്ത് ഉണ്ടാകുന്ന രീതിയിൽ ഒരു സ്റ്റേജ് ഉണ്ടായേ പറ്റത്തുള്ളൂ. കാരണം ഇത് ഈ സീരീസിൻ്റെ റീഅറേഞ്ച്ഡ് വേർഷനാണ് ദിസ്. ഓക്കെ, സോ ഫ്രം ദാറ്റ് വി ക്യാൻ ക്ലിയർലി സ്റ്റേറ്റ് ദാറ്റ് നമ്മൾ മോഡുലസ് ഓഫ് ടി എം മൈനസ് എസ് എൻ എടുക്കുമ്പോൾ, ഓക്കെ, നമുക്കറിയാം എസ് എൻ എന്ന് വെച്ചാൽ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xn ആണ്. അപ്പം ഈ ടി എമ്മിൻ്റെ അകത്ത് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xn വരെയുള്ള എല്ലാ ടേംസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ അകത്ത് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xn വരെയുള്ള എല്ലാ ടേംസും ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ആ ടേംസ് എല്ലാം ക്യാൻസൽ ആയി പോയിട്ട് ഇതിൻ്റെ സം എന്ന് പറയുന്നത് ഈസ് ആക്ച്വലി മോഡുലസ് ഓഫ് സമ്മേഷൻ n is equal to n plus 1 to some number q xn ആണ് ഈ വാല്യൂ. കാരണം ഇതിൻ്റെ അകത്ത് ഫോർ ഓൾ n, m ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ. ഓക്കെ, സോ എമ്മും എന്നും ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ എന്നാകുമ്പോൾ ഈ എസ് എന്നിൻ്റെ അകത്ത് ടി എമ്മിൻ്റെ അകത്തും എസ് എന്നിൻ്റെ അകത്തും നമുക്ക് കോമൺ ആയിട്ട് x1 തൊട്ട് xn വരെയുള്ള എല്ലാ ടേംസും ഉണ്ട്. കാരണം എം അങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്തത്. സോ കോമൺ ആയിട്ടുള്ള x1 തൊട്ട് xn വരെയുള്ള എല്ലാ ടേംസും ക്യാൻസൽ ആയി കഴിഞ്ഞിട്ട് പിന്നീട് വരാൻ സാധ്യതയുള്ളത് n+1 ശേഷമുള്ള ടേംസ് ഇതിൻ്റെ അകത്ത് വരാൻ ചാൻസ് ഉള്ളൂ. കാരണം ടി എം എന്നുള്ളത് y1 y2 എക്സെട്ര ആണെങ്കിൽ കൂടി അത് ആക്ച്വലി ഇത് റീഅറേഞ്ച്മെൻറ്റ്, അത് ആ ടേംസ് x1 എക്സൈസ് തന്നെയാണ്. സോ കാരണം എക്സൈസിൻ്റെ റീഅറേഞ്ച്മെൻ്റ് ആണ് y എന്ന് പറയുന്നത്. സോ n വരെയുള്ള ടേംസ് ക്യാൻസൽ ആയി പോയിട്ട് അതിന് ശേഷമുള്ള ടേംസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സോ അതിന് ശേഷമുള്ള ടേംസ് എവിടം വരെ ഉണ്ടാകുന്ന നമുക്കറിയില്ല. ഓക്കെ, അതുകൊണ്ടാണ് ക്യൂ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ദിസ് ഈസ് ആക്ച്വലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമേഷൻ n ഈസ് ഈക്വൽ ടു n+1 ടു ക്യൂ മോഡുലസ് ഓഫ് xn. നൗ നമ്മൾ ഓൾറെഡി പറഞ്ഞു എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എന്നാണെങ്കിൽ ദിസ് സം ഈസ് ആക്ച്വലി ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞു, n+1 ടു ക്യാപിറ്റൽ എന്നാണെങ്കിൽ. സോ നമ്മൾ ക്യൂ ഇവിടെ n ഗ്രേറ്റർ ദാൻ n+1 തൊട്ടുള്ള ക്യൂ ഉള്ള ടേംസ് ആയതുകൊണ്ട് തന്നെ ക്യൂ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ എന്നായതുകൊണ്ട് തന്നെ സോ ക്യൂ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ എന്നായതുകൊണ്ട് തന്നെ ദിസ് ഈസ് ആക്ച്വലി ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, സോ വിച്ച് മീൻസ് ദാറ്റ് മോഡുലസ് ഓഫ് ടി എം മൈനസ് എസ് എൻ ഈസ് ആക്ച്വലി ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ ക്യൂ ഗ്രേറ്റർ ദാൻ n and this n greater than capital N. Okay, so this is true. Now നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടി എന്ന് പറഞ്ഞ സീരീസ് ഈസ് ആക്ച്വലി കൺവേർജസ് ടു എക്സ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതിനുവേണ്ടി മോഡുലസ് ഓഫ് ടി എൻ മൈനസ് എക്സ് എടുക്കണം. സോ മോഡുലസ് ഓഫ് ടി എൻ മൈനസ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു, നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു എസ് എൻ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. മോഡുലസ് ഓഫ് ടി എൻ മൈനസ് എസ് എൻ, അല്ലെങ്കിൽ ടി എന്നിന് പകരം ടി എം എന്ന് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഇൻഡെക്സുകൾ കുറച്ചുകൂടെ വേരി ചെയ്യാൻ നല്ലത്. മൈനസ് എസ് എം പ്ലസ് എസ് എം എസ് എൻ മൈനസ് എക്സ്. ദിസ് ബൈ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ടി എം മൈനസ് എസ് എൻ പ്ലസ് മോഡുലസ് ഓഫ് എസ് എൻ മൈനസ് എക്സ്. ഓക്കെ, സോ ഇവിടെ ഈ ടി എമ്മിൻ്റെ അകത്ത് എം ഒരു ക്യാപിറ്റൽ എം ഉണ്ട്. അപ്പോൾ ഈ എം എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എന്നാകുമ്പോൾ ഈ ടി എം എന്ന് പറയുന്ന ഈ ടേമിൻ്റെ അകത്ത് x1 തൊട്ട് xn വരെയുള്ള എല്ലാ ടേംസും കാണും. വിച്ച് മീൻസ് അതിൻ്റെ അകത്ത് കോമൺ ആയിട്ടുള്ള ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലൊരു സമ്മേ വരത്തുള്ളൂ, വിച്ച് ഈസ് ആക്ച്വലി ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ. അല്ലെങ്കിൽ എം ഇവിടെ നമ്മൾ ചൂസ് ചെയ്ത് എം ആണ്, which is greater than n എന്ന് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ this thing is actually less than epsilon എന്ന് പറയാം ഈ ഇൻഇക്വാലിറ്റി വെച്ചിട്ട്. ഓൾറെഡി എസ് എൻ കൺവേർജസ് ടു എക്സ് ആയതുകൊണ്ട് this thing is also less than epsilon. So this is actually less than epsilon plus epsilon എന്ന് പറയാം. ഈ എം എന്നുള്ള നമ്മൾ ചൂസ് ചെയ്ത ക്യാപിറ്റൽ എം എന്നുള്ള വാല്യൂ എമ്മിനെക്കാട്ടിലും വലുതാണെന്നുണ്ടെങ്കിൽ. So this thing is actually less than epsilon
ഫോർ ഓൾ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സം നമ്പർ. ഇവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെയും നമ്മൾ എം ഗ്രേറ്റർ ദാൻ എം ആയിരിക്കണം. ഓക്കെ, കാരണം എങ്കിൽ മാത്രമേ നമ്മൾ ടി എമ്മിൻ്റെ അകത്ത്, കാരണം ഈ ടി എമ്മിൻ്റെ അകത്താണ് x1 തൊട്ട് xn വരെയുള്ള എല്ലാ ടേംസും ഉള്ളത്. സോ ഇവിടെ ദിസ് സ്മോൾ എം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എം ആയിരിക്കണം. കാരണം ടി എം പ്ലസ് 1 ആ ടേംസിൻ്റെ അകത്താണ് x1 തൊട്ട് xn വരെ ഉള്ളത്. അതുകൊണ്ടാണ് ക്യാൻസൽ ചെയ്ത് പോകുന്നത്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ ഇവിടെ വിച്ച് മീൻസ് ദാറ്റ് മോഡുലസ് ഓഫ് ടി എം മൈനസ് എക്സ് ഈസ് ടി എം മൈനസ് എസ് എൻ പ്ലസ് എസ് എൻ മൈനസ് എക്സ്, വിച്ച് ബൈ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി ഈസ് ദിസ്, വിച്ച് എം ഗ്രേറ്റർ ദാൻ എം ആണെങ്കിൽ പ്രീവിയസ് അസംഷൻ വെച്ചിട്ട് മോഡുലസ് ഓഫ് ടി എം മൈനസ് എസ് എൻ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആൻഡ് എസ് എൻ കൺവേർജസ് ടു എക്സ് ആയതുകൊണ്ട് തന്നെ ദിസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ. ഓക്കെ, സോ വിച്ച് മീൻസ് എന്താണ്, മോഡുലസ് ഓഫ് ടി എം മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ 2 എപ്സിലോൺ ഫോർ ഓൾ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് നാച്ചുറൽ നമ്പർ കിട്ടി എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട്, സച്ച് ദാറ്റ് ടി എം minus x is less than some small number. So which means that our sequence Tm actually converges to x. So sequence Tm converges to x ആണെങ്കിൽ sequence Tm is actually the sequence of partial sums of yk, summation yk also converges to x. So which means that summation xn converge ചെയ്യുകയാണെങ്കിൽ summation yn ഉം absolutely converge ചെയ്യും, where yn is actually obtained by the rearrangement of series. So rearrangement എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ സീരീസിനെ റീഅറേഞ്ച് ചെയ്യുന്നത് അബ്സല്യൂട്ട്ലി കൺവേർജൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ അഫക്റ്റ് ചെയ്യില്ല, കണ്ടീഷണലി കൺവേർജൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ അഫക്റ്റ് ചെയ്യും. സോ കണ്ടീഷണലി കൺവേർജൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് ഈസ് സച്ച് എ വേ ദാറ്റ് റെയ്മാൻ ഹാസ് എ പ്രപ്പോസൽ. റെയ്മാൻ പ്രപ്പോസ്ഡ് ദാറ്റ് if summation xn is conditionally convergent, then for all c belongs to R, ഏത് റിയൽ നമ്പർ എടുത്താലും there exists a rearrangement of summation xn, summation yk, such that summation yk converges to c. ഇതാണ് റെയ്മാൻ്റെ പ്രപ്പോസൽ. റെയ്മാൻ പ്രപ്പോസ് ചെയ്തതാണ്, നമ്മൾ സമ്മേഷൻ എക്സ് എന്നുള്ളത് ഒരു കണ്ടീഷണലി കൺവേർജൻ സീരീസ് ആണെങ്കിൽ നമ്മൾ ഏത് സി എടുത്തെന്ന് പറഞ്ഞാലും എനിക്ക് സമ്മേഷൻ എക്സിനെ ഒരു പർട്ടിക്കുലർ വേയിൽ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും, ആ സിയിലോട്ട് കൺവേർജ് ചെയ്യുന്ന രീതിയിൽ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഏതൊരു റിയൽ നമ്പർ എടുത്തെന്ന് പറഞ്ഞാലും ഒരു കണ്ടീഷണലി കൺവേർജൻ സീരീസിനെ ആ റിയൽ നമ്പറിലേക്ക് കൺവേർജ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് റെയ്മാൻ പ്രപ്പോസ് ചെയ്ത ഒരു റിസൾട്ട്. അതിന് അദ്ദേഹം പറഞ്ഞ റീസൺ, നമ്മൾ കണ്ടീഷണലി കൺവേർജൻ സീരീസിന് ഒരു പോസിറ്റീവ്ലി ഡൈവേർജൻ സീരീസും ഉണ്ട്, ഒരു നെഗറ്റീവ്ലി ഡൈവേർജൻ സീരീസും ഉണ്ട്. സോ നമുക്കതിൻ്റെ സമ്മിനെ നമുക്ക് പർട്ടിക്കുലർ ഇപ്പോൾ 1ലേക്കാണ് അടുപ്പിക്കേണ്ടതെങ്കിൽ ആദ്യം പോസിറ്റീവ് ടേംസിനെ 1ലേക്ക് അല്ലെങ്കിൽ 1 + സം കോൺസ്റ്റൻറ്റിലേക്ക് അടുപ്പിക്കുക, പോസിറ്റീവ് അത്രയും ടേംസ് കൂട്ടുക. അതിനുശേഷം നെഗറ്റീവ് ടേംസിനെ ആ 1 + സം കോൺസ്റ്റൻ്റ് അകത്ത് ആ കോൺസ്റ്റൻറ്റിൽ മൈനസ് ആകുന്ന രീതിയിൽ നെഗറ്റീവ് ടേംസ് ആഡ് ചെയ്യുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ വീണ്ടും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ വി കൻ ആക്ച്വലി ഒബ്റ്റെയിൻ എ സീരീസ് വിച്ച് ആക്ച്വലി കൺവേർജസ് ടു 1. സിമിലർലി നമുക്ക് ഏതൊരു സി എടുത്തെന്ന് പറഞ്ഞാലും, ഞാനൊരു സി എടുത്തെന്ന് പറഞ്ഞാലും ആ സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സീരീസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആദ്യം പോസിറ്റീവ് ടേം സീരീസ് എടുക്കുക, അതിൻ്റെ അകത്തുനിന്ന് ടേംസ് ചൂസ് ചെയ്യുക, സച്ച് ദാറ്റ് ടേംസ് ഫൈനൈറ്റ് ടേംസ് ചൂസ് ചെയ്യുമ്പോൾ സി പ്ലസ് ഡെൽറ്റ എന്ന രീതിയിൽ കിട്ടുന്ന രീതിയിലൊരു ടേംസ് ചൂസ് ചെയ്യുക. അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും, കാരണം ഈ പോസിറ്റീവ് ടേം സീരീസ് ആക്ച്വലി ഡൈവേർജസ് ടു ഇൻഫിനിറ്റി ആയതുകൊണ്ട്. കാരണം എത്ര നമ്പേഴ്സ് വേണമെങ്കിലും എത്ര വേണമെങ്കിലും വലുതാക്കാം. അപ്പോൾ ഇനി അടുത്ത നെഗറ്റീവ് ടേംസ് ചൂസ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ സമ്മ മൈനസ് ഡെൽറ്റ ആകുന്ന രീതിയിൽ ചൂസ് ചെയ്യുക. ഓക്കെ, സോ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ ആൻസർ ബിക്കംസ് എന്താണ്, സി പ്ലസ് ഡെൽറ്റ മൈനസ് ഡെൽറ്റ വിച്ച് ബിക്കം സി. ഓക്കെ, വീണ്ടും ഇത് തന്നെ ഈ പ്രോസസ്സിന് ചെയ്യുക. എന്താണ്, സി പ്ലസ് ഡെൽറ്റ കിട്ടുന്ന രീതിയിൽ പോസിറ്റീവ് ടേംസ് കൂട്ടുക, മൈനസ് ഡെൽറ്റ കിട്ടുന്ന രീതിയിൽ ടേംസ് കൂട്ടുക, അങ്ങനെ കൂട്ടുമ്പോൾ ടോട്ടൽ ആൻസർ ബിക്കം സി. അങ്ങനെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. സോ വിച്ച് മീൻസ് ദാറ്റ് ദ സീരീസ് ആക്ച്വലി കൺവേർജസ് ടു സി എന്നുള്ളതാണ് ഐഡിയ. ഓക്കെ, സോ ഇതാണ് റെയ്മാൻ പ്രപ്പോസ് ചെയ്ത റിസൾട്ട്. അപ്പോൾ കണ്ടീഷണലി കൺവേർജൻ സീരീസിൻ്റെ കേസിൽ റീഅറേഞ്ച്മെൻറ്റ് ആക്ച്വലി അഫക്റ്റ് ദ സീരീസ്. ഓക്കെ,
റീഅറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന സീരീസ് പല ടേമിലേക്ക്, പല സീരീസുകൾ ഒബ്റ്റെയിൻ ചെയ്യുക, അത് പല വാല്യൂവിലേക്ക് കൺവേർജ് ചെയ്യുകയും ചെയ്യും. ഇൻഫാക്ട് അതിൻ്റെ ചില സീരീസ് ഡൈവേർജ് ചെയ്യുകയും ചെയ്യും. Okay, so rearrangement actually affect in the case of conditionally convergent series, but in the case of absolutely convergent series, rearrangement does not have any sort of effect at all. So that's the idea behind the whole thing. So I hope you understood. Thank you.